പാലക്കാട്ടെ ആ പാവപ്പെട്ട കർഷകർ കൊടുത്ത നെല്ലാണ് കൊണ്ടുപോയി ഏത് കൺസ്യൂമർ ഫെഡറേഷൻ്റെ പേരിലാണെങ്കിലും ഇവിടെ 29 രൂപയ്ക്ക് നൽകുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നു. നൽകിയിരിക്കാം. എത്ര പേർക്ക്? ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പാലക്കാട് ജില്ലയിലുണ്ട്. ഇവർ 4 വണ്ടിയിൽ ഏതെങ്കിലും നഗരത്തിൽ മാധ്യമ പത്ര സുഹൃത്തുക്കളെ വിളിച്ച് 500 1000 പേർക്ക് അരി കൊടുത്താൽ ഈ പാവപ്പെട്ട സാധാരണക്കാരുടെ പട്ടിണിയും പ്രയാസം മാറും. ലക്ഷക്കണക്കിന് പേരാണ്, 10-15 ലക്ഷത്തോളം പേര് താമസിക്കുന്ന ഒരു ജില്ലയിലാണ് 1000 പേർക്ക് അരി കൊടുക്കുന്നത്, 500 പേർക്ക് അരി കൊടുക്കുന്നു, കൊട്ടിഘോഷിച്ചുകൊണ്ട്. അത് ആരുടെ അരിയാ? പാലക്കാട്ടെ കർഷകരുടെ അരി. അവരെ പറഞ്ഞു പറ്റിച്ചു വാങ്ങിച്ച അരി, അവരെ കബളിപ്പിച്ച് വാങ്ങിച്ച അരി. ഒരു നാണവും മാനവും ഇല്ലാതെ BJPയുടെ സംസ്ഥാന നേതാക്കൾ അത് ഏറ്റെടുത്ത് വിതരണം ചെയ്യുകയാണ്. ആദ്യം അവർ ചെയ്യേണ്ടത് ഈ നാടിനോടോ കർഷകരോടോ ഏതെങ്കിലും തരത്തിൽ പ്രതിപത്തി ഉണ്ടെങ്കിൽ അതില്ല എന്നുള്ളത് വ്യക്തമാണ്. 2 വർഷം മഞ്ഞും കോവിഡ് കാലത്തും ചൂടും സഹിച്ച് കിടന്ന പാവപ്പെട്ട കർഷകന് കൊടുത്ത വാക്ക്, കർഷക മാരണ നിയമങ്ങൾ പിൻവലിക്കാമെന്നും മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കാമെന്നും പറഞ്ഞ് ആ സമരത്തിന് പിൻവാക്കിയ ചരിത്രം നിങ്ങൾക്ക് അറിയാം. 1 കൊല്ലം മുമ്പ്. 1 കൊല്ലം കഴിഞ്ഞിട്ടും അത് പാലിക്കാത്തതുകൊണ്ട് കർഷക മാർച്ച് നടക്കുകയാണ് ഡൽഹിയിൽ. ഗവൺമെൻറ് പറയാണ് അതിപ്പോൾ ഒന്നും ആലോചിക്കാൻ കഴിയില്ല. 1 കൊല്ലം മുമ്പ് ഇവരുമായിട്ട് ഒത്തുതീർപ്പ് നടത്തുമ്പോൾ എന്താലോചിച്ചിട്ട് ആ മന്ത്രിമാരും നേതാക്കളും ഒക്കെ പറഞ്ഞത്, അവരുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്? ആ എഗ്രിമെൻ്റ് വ്യവസ്ഥ പാലിക്കാത്ത കേന്ദ്ര സർക്കാർ അവരുടെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവിടുത്തെ കുറേ ആളുകൾ ഈ പാലക്കാട്ടെയും ഇന്ത്യയിലെയും കർഷകരെയും പറ്റിച്ചും കബളിപ്പിച്ചും വാങ്ങിയെടുത്ത അരി വിറ്റ് കാശാക്കി ഈ കൺസ്യൂമർ ഫെഡിനും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡറേഷനും ഈ നേതാക്കന്മാരും ഈ കാശ് കൈക്കലാക്കുകയാണ്. അപ്പോൾ പാവപ്പെട്ടവൻ്റെ ഈ സംഭരിച്ച സമയത്ത് നെല്ലിൻ്റെ പണം കൊടുത്തിട്ട് മതി ഇങ്ങനെയുള്ള ഈ വിതരണവും നാടകമൊക്കെ. പിന്നെ ഇതിൻ്റെ പേര് എലക്ഷൻ അരി എന്നാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നവരെ ഈ അരി കിട്ടുമായിരിക്കും. എവിടെ? നഗരപ്രദേശങ്ങളിൽ മാത്രം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആലോചിക്കണം. BJPയുടെ പ്രസ്റ്റീജ് മണ്ഡലങ്ങളിൽ മാത്രം അത്ര ഈ അരി കിട്ടും. ഇങ്ങനെ ഒരു നിയമവിരുദ്ധമായ നടപടി, നഗ്നമായ നിയമലംഘനം, ഇതെങ്ങനെ ഇവർക്ക് നടത്താൻ കഴിയുന്നു? അത് BJPയുടെ A+ മണ്ഡലങ്ങളിൽ അരി വിതരണം ചെയ്യും. ഈ കൺസ്യൂമർ ഫെഡറേഷൻ BJPക്കാരെ ഏൽപ്പിക്കുന്നു. പാലക്കാട്ടെ MP ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. എന്താ കൺസ്യൂമർ ഫെഡറേഷന് MPനെ അതിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ? ആരും എന്നെ വിളിച്ചിട്ടില്ല. ജനപ്രതിനിധികളെ വിളിച്ചെന്താ കുഴപ്പം? ഇത് കേന്ദ്ര ഗവൺമെൻറ് അരിയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡം വേണ്ടേ ഇത് വിതരണം ചെയ്യാൻ? ആർക്കാണിത് വിതരണം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കൊട്ടേഷൻ എടുത്തതെന്നൊക്കെ അറിയിക്കണ്ടേ? ഒട്ടും സുതാര്യമല്ലാതെ കുറേ അഴിമതി നടത്താൻ, ഈ ഇലക്ഷൻ സമയത്ത് തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റും BJPയും. ഇപ്പോൾ പാലക്കാട്ട് ഈ കച്ചവടം വേവില്ല. ഈ അരി പാലക്കാട് വേവില്ല. കാരണം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ അരി സംഭരിച്ചു കൊണ്ടുപോയ ഈ മേലാളന്മാർ, സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാരവാഹികൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ പണം കൊടുക്കാതെ പറ്റിച്ചിരിക്കുകയാണെന്നുള്ളത് ഇവിടുത്തെ കർഷകർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പാലക്കാട്ട് ഈ ഇലക്ഷൻ അരി വേവില്ല. ഇത് ഉടനെ നിർത്തണം. നിയമപരമായിട്ട് വിതരണം ചെയ്യണം. ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകൾ അറിയുന്നില്ല, ജനപ്രതിനിധികൾ അറിയുന്നില്ല. കേന്ദ്രം എന്തോ ആകാശത്തുനിന്ന് പൊട്ടി വീണതാണ്. സംസ്ഥാനത്ത് ജില്ലകളിൽ, പഞ്ചായത്തുകളിൽ, വാർഡുകളിൽ, ഊരുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന നികുതിയാണ് കേന്ദ്ര ഗവൺമെൻറ് വരുമാനം, അല്ലാതെ വിദേശത്തു നിന്ന് വരുന്ന വരുമാനമല്ല. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയും ഇതുപോലെ കടുത്ത വഞ്ചന ചെയ്യുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ തിരഞ്ഞെടുപ്പിന് വാഗ്ദാനം ചെയ്തല്ലോ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന്. 1 ലിറ്റർ പെട്രോൾ 50 രൂപയ്ക്ക് കൊടുക്കാം. ആരാ പറഞ്ഞത്? അന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ പെട്രോളിന് എന്താ വില? 110 രൂപയാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യട്ടെ, ടാങ്കർ ലോറി കൊണ്ടുവന്നിട്ട് എല്ലാ പഞ്ചായത്തിലും കേന്ദ്ര ഗവൺമെൻറ് ഒരു 50 രൂപയുടെ പെട്രോൾ വിതരണം ചെയ്യട്ടെ. ചെയ്യാൻ തയ്യാറുണ്ടോ? UPA സർക്കാരുള്ളപ്പോൾ 183 രൂപ ഏറ്റവും അവസാനം ഒരു സിലിണ്ടർ ഗ്യാസിനുള്ള സബ്സിഡി. 183 രൂപ. കണക്ക് നിങ്ങൾക്ക് പരിശോധിക്കാം. 400 രൂപ താഴെയായിരുന്നു ഒരു സിലിണ്ടറിൻ്റെ വില ആകെ. അതിൽ 183 രൂപ സബ്സിഡി കൊടുത്തിരുന്നു. ഈ കോവിഡ് കാലത്ത് വെട്ടിക്കുറച്ച് ഇല്ലാതാക്കി. സബ്സിഡി രാജ്യത്തൊന്നുമില്ല, ഒറ്റ പൈസ ഇല്ല. ഇപ്പോൾ എത്രയാ? 1000 രൂപ കൊടുക്കാതെ ഒരു സിലിണ്ടർ കിട്ടുമോ? 1200 ആയിരുന്നു. അതും 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വന്നപ്പോൾ അല്പം ഇളവ് വരുത്തിയതാണ്. 1000 രൂപ. എത്ര ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത്? എന്നാൽ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ഗ്യാസ് ഏജൻസികളെ കൊണ്ടുവന്ന് പഴയ തുകയ്ക്ക് ഗവൺമെൻറ് വിതരണം ചെയ്യട്ടെ. ഗ്യാസ് ഓരോ സിലിണ്ടറും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമല്ലേ?
അപ്പോൾ ഗ്യാസിൻ്റെ കാര്യം, പെട്രോളിൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്.